കൂടുതലായിട്ടൊന്നുമില്ല. ഒരു മൂവി ഉണ്ട്, നിങ്ങളത് കണ്ടോ? സൂപ്പർ മൂവിയാണ്. പടത്തിൻ്റെ പേര് വെയിൽ എന്നാണ്. വസന്ത ബാലൻ ഡയറക്ടർ. 2006 ഇറങ്ങിയിട്ടുള്ള പടമാണ്. ഇപ്പോഴും ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഇമോഷൻ കിട്ടിയോണ്ടാണ് നിങ്ങളോട് ഈ പടം ഞാൻ കാണാൻ പറഞ്ഞത്. കാരണം ഇതിൽ മലയാളികൾ 2-3 പേരുടെ സാന്നിധ്യത്തിലുണ്ട്. മെയിനായിട്ട് ഭാവന, പ്രിയങ്ക, പിന്നെ അതുപോലെ പാട്ട് പഠിക്കുന്ന ജാസി ഗിഫ്റ്റ്, പിന്നെ ഭരത്തിനറിയാലോ ലജ്ജാവതി, പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോജുവേട്ടനെ ബ്രേക്ക് കിട്ടിയ പടം ജോസഫ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പശുപതി എന്ന് പറയുന്നൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നൊരു പുള്ളിക്കാരൻ്റെ ആയിരുന്നു. പട്ടാസ് ബാല് കേട്ടിട്ടില്ലേ? വിജയുടെ ഒക്കെ പടത്തിൽ അടിപൊളി വില്ലനായിരുന്നു. പുള്ളിക്കാരന് ഒരു ക്യാരക്ടർ റോള് കിട്ടിയിട്ടുള്ള ആദ്യത്തെ പടമാണിത്. ഈ പടത്തിൽ പുള്ളിക്കാരൻ വില്ലന്മാർ ഇത്ര നേരം അഭിനയിക്കും എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് പോകും ആ പടം കാണും. അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ച് കാണിക്കുന്ന ഒരു ലെവലിലാണ് പുള്ളിക്കാരൻ ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുട്ടികളുടെ ഒരു പാട്ട്, അത് ഫേമസ് പാട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഉരുകത എന്നുള്ള പാട്ട്, അതും എല്ലാവർക്കും അറിയാം. 2006 ക്ലാസിക് പാട്ടുകളിലൊന്നാണ് ഈ പറഞ്ഞ ഈ പാട്ടുകളൊക്കെ വരുന്നത്. ഗ്ലോബലി പിന്നെ അതുപോലെ തന്നെ നാഷണലിലൊക്കെ ഈ പടത്തിന് വളരെയധികം പേര് കിട്ടിയിട്ടുണ്ട്. അത് ഇത് തമിഴ് സിനിമ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതിലത്തെ ആക്ടേഴ്സൊക്കെ അത്ര ഫേമസ് ആയിരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ലൈൻ സ്റ്റോറി ഞാൻ പറയാം. അതായത് വേറെ ഒന്നുമല്ല, ഒരിക്കലും ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ പശ്ചാത്തപിച്ചാലും കൂടി ആ തെറ്റ്, അതേപോലത്തെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതാണ് ഈ പടത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. സൂപ്പർ മൂവിയാണ്, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ പടത്തിൻ്റെ പേര് മറക്കണ്ട, വെയിൽ. യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതും 5.1. സോ പാട്ടുകളും ഹിറ്റാണ്, പടവും സൂപ്പറാണ്. അപ്പോൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ ബൈ ഫ്രം ഇൻഡോനേഷ്യ.